ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് കേട്ടോ. ഈ വട്ടം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കൊണ്ടുവരണമെന്ന് കുറേ നാളായി തല പുകച്ചാലോചിക്കുന്നു. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഒരു സേവിങ്സ് പ്ലാൻ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോഴാണ് ആമസോണിൽ ഇത് തപ്പിയത്. വില കണ്ടപ്പോൾ പകച്ചു പോയി എൻ്റെ ബാല്യം. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ആ എമൗണ്ട് ഒക്കെ എഴുതി ടോട്ടൽ എമൗണ്ട് എഴുതിയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. ഇത് നമുക്ക് ആമസോണിൽ ആ വുഡൻ മണി സേവർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് പിക്ചേഴ്സ് കിട്ടും. അതെടുത്തിട്ട് നല്ല ക്ലാരിറ്റിയുള്ള ഒരു ഫോട്ടോ എടുത്ത് കളർ പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് ഇത് ഫ്രീ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും ഇതിൻ്റെ മേളിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. പ്ലസ് നമ്മൾ ഈ രണ്ട് സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫെവിക്വിക്ക് വെച്ച് അത് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഫെവിക്വിക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഫെവിക്വിക്കല്ല ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്ത ശേഷം കുറച്ചൊന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നല്ല സെക്യൂർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് പൈസ ഇടാനുള്ള ഹോള് വേണമല്ലോ. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു റൗണ്ടിലും പിന്നെ കുറച്ച് നീളത്തിലുമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മുറിച്ചുള്ളൊരു പിച്ചാത്തി എടുക്കുക. കൈ മുറിയാതെ അവരവർ തന്നെ സൂക്ഷിക്കണം. അതിനുശേഷം നമ്മൾ റൗണ്ടിലാണ് ഫസ്റ്റ് ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം മാന്യമായ രീതിയിൽ ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ നീളത്തിലൊരു ഇതുകൂടി വേണം. അതായത് നമുക്ക് നോട്ട് ചുരുട്ടിയിടാം, പിന്നെ ചില്ലറ പൈസ ഇടണമല്ലോ, ആ ഒരു ഇതിലാണ്. പക്ഷേ ഇതിനകത്ത് ചില്ലറ പൈസ ഇടത് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. സോ പക്ഷേ നമ്മൾ കണ്ട ആ ഒരു വുഡൻ മണി സേവറിനകത്ത് ഇങ്ങനെ രണ്ട് ഹോളാണ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് ഒട്ടും കുറയ്ക്കേണ്ട, അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. സോ നമ്മൾ അതുപോലെ തന്നെ സെയിം രീതിയിൽ രണ്ട് ഹോള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. എനിക്കിപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഒരു ഐഡിയ വെച്ച് നമ്മളിത് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻ്റ് ഇതിനകത്തേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ വൈറ്റ് കളറങ്ങ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇതിൻ്റെ ടോപ്പൊക്കെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് വേണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് സെയിം കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റ് സൈഡിൽ വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേളിലും സെയിം ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. കാര്യം ഒട്ടിക്കുമ്പോൾ ഒരു സൈഡും ഇളകി വരാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പശ തേച്ച് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കേണ്ടതാണ്. സോ ഇനി നമുക്കിത് നമ്മുടെ ഈ ബോക്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എവിടെയും മടങ്ങി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒന്ന് മടങ്ങുകയാണെങ്കിൽ ഒന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ നിവർന്ന് നിന്നോളും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കളേഴ്സാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വുഡൻ കളർ ഇല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈറ്റ്, യെല്ലോ, ബ്ലൂ, റെഡ് ഇത്രയും കളറൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വുഡൻ കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തൊരു ക്വാണ്ടിറ്റിയിൽ ഒരു വേരിയേഷൻ വന്നായിരുന്നു. അപ്പോൾ എൻ്റെ വുഡൻ കളർ കുറച്ച് ഡാർക്കായി പോയിട്ടുണ്ടായിരുന്നു. സോ റെഡ് കുറച്ച് തോനെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ വുഡൻ കളർ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു കളറായിട്ട് കിട്ടും. ഇനി നമ്മുടെ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോക്സിലേക്ക് ആ ഗ്യാപ്പുള്ളിടത്തേക്കെല്ലാം നമ്മൾ ഈ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ബോക്സ് കറക്റ്റ് ഒരു വുഡൻ ഫിനിഷിൽ നമുക്ക് കിട്ടും. ഇതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു വഴിയുണ്ട്. നമ്മൾ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാൾ സ്റ്റിക്കർ കിട്ടും, വുഡൻ്റെ ഒക്കെ വാൾ സ്റ്റിക്കർ കിട്ടും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ പ്ലാൻ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയും ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ചെയ്തത്. ഇതും അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ഫൈനൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണണം. കുറച്ച് ഗ്യാപ്പ് വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നമ്മൾ റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് എല്ലാം നമ്മൾ മുഖവിരയ്ക്ക് എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. സോ നമ്മളിത് നല്ല രീതിയിൽ എല്ലാ സൈഡിലും പെയിൻ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ഈസി പ്രോസസ്സാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത്. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ റിസൾട്ട് അല്ല കേട്ടോ, ഇനി നമ്മൾ കുറച്ച് സൈഡോടെ പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് പോർഷൻ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഫിനിഷിങ്ങിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കോട്ടൂടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലി നേരത്തെ എടുത്തതിനകത്ത് തന്നെ കുറച്ചധികം റെഡ് കളറൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും നല്ലൊരു വുഡൻ ഫിനിഷ് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒന്നുകൂടി ഇത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡ്
സൈഡ് പോർഷൻ എല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കണം. ടോപ്പ് പോർഷൻ നമ്മുടെ കയ്യിൽ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് എത്ര വേണമെങ്കിലും നന്നായിട്ട് കളർ ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. 1, 2, 3 കോട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫിനിഷിങ്ങിലായിട്ട് വരും. പിന്നെ പേപ്പറിൽ മാക്സിമം ഒരുപാട് കളേഴ്സ് കൊടുക്കാൻ നോക്കാതിരിക്കുക. കാരണം നമ്മളത് പേപ്പർ പ്രിൻ്റ് എടുത്താണ്, ലാമിനേഷൻ പ്രിൻ്റ് അല്ല. അതുകൊണ്ട് പേപ്പറിലധികം നമ്മൾ കളർ ചെയ്തിട്ടില്ല. നമ്മൾ ഈ ബോക്സിലാണ് കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സൈഡും ഇതുപോലെ തന്നെ കളർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള മണി ബോക്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, 4500 രൂപ നിങ്ങളുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ വെറും 45 രൂപയ്ക്ക് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. കാരണം എനിക്കിതിനകത്തായിരിക്കുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ പെയിൻറ്റ് മേടിച്ചത് ഒരു 30-35 രൂപയ്ക്ക് മറ്റോ ആണെന്ന് തോന്നും. പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്തത്, ഇതിൻ്റെ രണ്ടിൻ്റെയും പൈസയാണ് നമുക്ക് ആയിരിക്കുന്നത്. പിന്നെ നമ്മുടെ സമയം, അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത് പോലെ കണ്ടെത്തുക. സോ അപ്പോൾ നമ്മൾ ആ 2 സൈഡും നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ മുകളിലത്തെ ആ ഒരു ടോപ്പ് പോർഷനും നമ്മൾ നല്ല രീതിയിൽ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കളർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പെയിൻറ്റിനകത്തേക്ക് തന്നെയാണ് ഞാൻ കുറച്ച് റെഡ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. പ്ലസ് കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ പെയിൻറ്റ് കിട്ടി. ആ ഒരു കോട്ട് നമ്മൾ ഒന്നുകൂടി ഇതിനകത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയർ നന്നാവാനുള്ള പ്ലാനുകൾ എല്ലാവരും ഇട്ട് തുടങ്ങി കാണും. സോ ഈ ഒരു മണി സേവിങ് പ്ലാന് കൂടി അതിനകത്ത് ആഡ് ചെയ്യണം. കാര്യം മണി സേവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല ഹാബിറ്റാണ്. സോ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ന്യൂ ഇയർ വിഷയമാണ്. ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 1 മാസം കൂടിയേ ഉള്ളൂ. സോ ഈ 1 മാസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ ഇയറിലേക്ക് അത് മാറ്റി വയ്ക്കാതെ ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ചെയ്യുക, തീരുമാനങ്ങളൊക്കെ നേരത്തെ എടുക്കുക, നാളെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതിരിക്കുക. സോ അപ്പോൾ നമ്മൾ അടുത്ത കോട്ട് നമ്മൾ ഒന്നുകൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഗ്ലിറ്റർ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് സെയിം നമ്മൾ ആ ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ ഒരു ലുക്കിലേക്ക് തന്നെ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്കിത് കിട്ടും. സോ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്കിതിനകത്ത് പറ്റിയൊരു കുഞ്ഞബദ്ധം എന്ന് വെച്ചാൽ ഞാൻ 2 സൈഡിലും മടക്കേണ്ട സൈഡ് എനിക്ക് ഫ്രണ്ടിലേക്ക് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് മാക്സിമം ബാക്കിലേക്ക് മടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷനിൽ നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല, രണ്ടാമത് റെഡ് കളർ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് ഒരു കോട്ടോടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഒരു നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു കളർ, ആ പേപ്പറിനകത്ത് വരുന്ന ഒരു റെഡ് ഫിനിഷിങ്ങിലൂടെ നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു മണി സേവിങ് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ബോക്സ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, എന്തെങ്കിലും സേവ് ചെയ്യേണ്ടതും അതിനൊരു ഉദ്ഘാടനം ചെയ്യേണ്ടതും ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനകത്ത് നമുക്ക് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒട്ടും കുറയ്ക്കേണ്ട ഒരു 500 രൂപ തന്നെ ആയിക്കോട്ടെ. എത്ര ദിവസത്തേക്കാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഉദ്ഘാടനം ഇവിടെ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പൈസ നമ്മുടെ മണി സേവർ ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. സുരക്ഷിതമായിട്ട് അകത്ത് തന്നെ ആൾ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ എത്ര രൂപയാണ് ഇട്ടത് അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. 2025 കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സേവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ഇയർ അഡ്വാൻസ് ഗിഫ്റ്റാണ് കേട്ടോ ഈ മണി സേവർ ബോക്സ്. അപ്പോൾ നിങ്ങളും ഇതുപോലൊരു ബോക്സ് തയ്യാറാക്കുക. നാളത്തേക്കല്ല, ഇന്നത്തേക്ക് തന്നെ സേവിങ്സ് തുടങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.